പൊന്നോണം. ഓരോ മലയാളിയും ജാതിപതമേതമന്യേ കാത്തിരിക്കുന്ന സുദിനം. ഇന്ന് ജവഹറിന്റെ തിരുമുറ്റത്ത് നമ്മൾ ഓണത്തിന്റെ നിറവിലാണ്. നമ്മുടെ പരമ്പരാഗതമായ ഓണത്തനിമകൾ ചോർന്നു പോകാതെ പൂക്കളവും ആർപ്പുവിളിയും പുലികളിയും വടംവലിയും ഓണക്കളികളുമായി നമ്മെ ആനന്ദത്തിന്റെ പരകോടിയിൽ എത്തിക്കുന്ന ദിനം. സമത്വസുന്ദരമായ ആ പോയ കാലത്തിന്റെ സ്മരണയിൽ മഹാബലി മന്നനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. രംഗപൂജയോടുകൂടി ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കാം. കളരിവിളക്ക് തെളിഞ്ഞ
മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന പ്രസിദ്ധ കോമഡി ആർട്ടിസ്റ്റും നമ്മുടെ നാടിൻ്റെ അഭിമാനവുമായ കലാകാരൻ ശ്രീ വിനിൽ വെൺകുളം, ആരാധ്യനായ മാനേജർ ഫാദർ റെവറൻഡ് ഫാദർ മാത്യൂസ് ചക്കാലക്കൽ CMI, പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോഷി മായമ്പറമ്പിൽ CMI, റെവറൻഡ് ഫാദർ ഡോക്ടർ ടിറ്റോ വർഗീസ് വല്ലവൻതറ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ഗിരിജകുമാരി, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ജയചന്ദ്രിക, സെക്ഷൻ ഹെഡുകൾ, അക്കാഡമിക് കോർഡിനേറ്റർമാർ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരെ ഔപചാരികമായി സ്വാഗതം പറയുന്നതിനായി 9th A പഠിക്കുന്ന ബിസ്മയെ ക്ഷണിക്കുന്നു. നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഓണാഘോഷം. അത്തച്ചമയങ്ങളും പുലികളിയും വടംവലിയുമായി ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഞങ്ങൾക്കായി ഓണാഘോഷം ഒരുക്കിയവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന കോമഡി ആർട്ടിസ്റ്റ് ശ്രീ വിനിൽ വെൺകുളത്തിനാണ്. സാർ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ നെടുതൂണും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷിയുമായ പ്രിൻസിപ്പൽ ഫാദറിനെ ഈ ചടങ്ങിലേക്ക് അത്യാഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ജവഹർ കുടുംബത്തിന്റെ ഭാഗമായ ആരാധ്യനായ ടിറ്റോ ഫാദറിനെ സ്നേഹബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് വൈസ് പ്രിൻസിപ്പൽ ഗിരിജ മിസ്സിനും സ്റ്റാഫ് സെക്രട്ടറി ജയചന്ദ്രിക മിസ്സിനുമാണ്. സ്നേഹത്തിന്റെ പ്രതിരൂപങ്ങളായ വൈസ് പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് LP സെക്ഷൻ ഹെഡ് ഷഹനാസ് മിസ്സിനും KG ഇൻചാർജ് ഷീബ മിസ്സിനുമാണ്. ഇവരെ അത്യാഹ്ലാദപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അക്കാഡമിക് കോർഡിനേറ്റർമാരായ ഡയാന മിസ്, സംഗീത മിസ്, പ്രിൻസ മിസ് എന്നിവരെയും ഹെഡ് ബോയ് മുഹമ്മദ് ഇർഫാൻ, ഹെഡ് ഗേൾ ജാനകി ബി കുറുപ്പ് എന്നിവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഭദ്രാദീപം കൊളുത്തി ഓണാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗൃഹാതുരത്വമുണർത്തുന്ന ഒന്നാണ് ഓണപ്പാട്ട്. ദാ നമ്മുടെ കൂട്ടുകാർ ഓണപ്പാട്ടുമായി എത്തുന്നു.
ഓണ സന്ദേശം നൽകുന്നതിനായി ആരാധ്യനായ ടിറ്റോ ഫാദറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും ആദരണീയനായ ശ്രീ വെനിൽ വെൺകുളം, പ്രിയപ്പെട്ട ജോഷിയച്ചൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹാപ്പി ഓണം. മലയാളത്തിൽ പറയണം അല്ലേ? ഓണാശംസകൾ ഒന്ന് ഒന്നിച്ച് പറയാമോ? അപ്പോൾ അതാണ് ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അല്ലേ? എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഓണത്തിൻ്റെ സന്ദേശം അല്ലേ? നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇന്നിപ്പോൾ നോക്കിയാൽ അറിയാം, എല്ലാവരും ഓരോ ക്ലാസ്സുകാരും ഒരേ കളറിലാണ് നിൽക്കുന്നത്. എല്ലാ ക്ലാസ്സിലുള്ളവർക്കും 40 പേരും ഏതാണ്ട് ഒരേ കളറിലാണ് നിൽക്കുന്നത്. ഓരോ ക്ലാസ്സിനും ഓരോ കളർ അല്ലേ? പ്ലസ് ടുക്കാരൊക്കെ മേളിൽ തകർത്ത് അല്ലേ? ഓരോ ക്ലാസ്സിനും ഓരോ കളറായിട്ട് നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷവും സന്ദേശവും. ഞാൻ ഒത്തിരി പ്രസംഗം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പ്രസംഗം പറയേണ്ട ഒരു ദിവസം അല്ല എന്ന് എനിക്കറിയാം അല്ലേ? എങ്കിലും ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മടങ്ങിവരവാണ് അല്ലേ? ഒരു ഹോം കമ്മിങ് ആണ്. ഇറ്റ്സ് എ റിമെമ്പറൻസ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് എ ഹോം കമ്മിങ്. എന്തിൻ്റെതാണ്? ആരാ തിരിച്ചു വരുന്നേ ഓണത്തിന്? ആ മാവേലി തിരിച്ചു വന്നതിൻ്റെ ഒരു സെലിബ്രേഷനാണ് അല്ലേ? അപ്പം നമുക്കും ചെയ്യാനായിട്ടുള്ള ഇതേ ഒരു കാര്യമാണ് വി നീഡ് ടു കം ബാക്ക് ഹോം എന്ന് വെച്ചാൽ, ചില സാധനത്തിനകത്ത് നമുക്ക് നൊസ്റ്റാൾജിയ തോന്നിയിട്ടുണ്ടോ? എന്തിനകത്തെങ്കിലും നൊസ്റ്റാൾജിയ, അത് തോന്നാനുള്ള പ്രായമായില്ല അല്ലേ? നൊസ്റ്റാൾജിയ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? എന്തിലാ? ഇപ്പം ഇല്ലാത്ത എന്തിനോ ഒരു സാധനത്തിനെ കുറിച്ചാണ് നമുക്ക് നൊസ്റ്റാൾജിയ തോന്നുന്നത് അല്ലേ? പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്ന് തോന്നുന്ന ഒരു സാധനം. ഹലോ ഹലോ ഹലോ, എനിക്കൊരു 2 മിനിറ്റ് സൈലൻസ് തരണം. 2 മിനിറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ വർത്താനം പറഞ്ഞു കേട്ടോ. നമുക്കിത് കഴിയുമ്പോൾ വർത്താനം 2 മിനിറ്റ്സ്. ഇത്രയും മാത്രം ഒന്ന് ഓർത്താൽ മതി. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുക അല്ലെ? പണ്ടുണ്ടായിരുന്നത് ഇപ്പം ഇല്ലാത്തത് അല്ലെ? ചിലപ്പോൾ നമ്മുടെ പുഞ്ചിരിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്നേഹമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സൗഹൃദമായിരിക്കും. എന്തെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുക. ആൻഡ് ദാറ്റ്സ് ഹോം കമ്മിങ് ഫോർ അസ് അല്ലെ? ദാറ്റ്സ് നൊസ്റ്റാൾജിയ. അപ്പം അതാണ് ഓണത്തിൻ്റെ സന്ദേശം എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ പ്രിയപ്പെട്ട വിനിൽ വെൺകുളം സാറിനും ജോഷിയച്ചനും അധ്യാപകർക്കും അനധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഓണാശംസകൾ. താങ്ക് യു. നമ്മുടെ സ്കൂളിന് അഭിമാനമായി ഒരു സ്റ്റുഡിയോ നമുക്കുണ്ട്. ഈ വർഷം ഉദ്ഘാടനം ചെയ്ത സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത മനോഹരമായ ഗാനം ആസ്വദിക്കാം. പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ. പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. Yeah.
അലസം പാടിയിലേ. ആഞ്ഞിലി പൂഞ്ചിപ്പിലൊളിക്കുമൊരാവണി കാത്തേ, അഞ്ഞലൂഞ്ഞാലാടില്ലേ അലസം പാടിയിലേ. മിന്നി മിനുങ്ങണ നക്ഷത്രങ്ങൾക്കിങ്കു കൊടുത്തിലേ, പൊന്നാരെ കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ, പൊന്നാറ്റടി കെട്ടിയിലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടല. നുരയിടും മലയിൽ നമുക്ക് തുഴയാനും തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് നാടൻ പാട്ടുകൾ. അധ്വാനഭാരം ലഘൂകരിക്കുന്നതിനായി പാടിയിരുന്ന പാട്ടുകൾ നമ്മെ ആനന്ദത്തിൽ ആറാടിക്കും. നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ?
ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തിരുവാതിര. ഇന്ന് നമുക്കായി തിരുവാതിര ചുവടുകൾ വെക്കുന്നത് ആരാണെന്നറിയുമോ? നമ്മുടെ അധ്യാപകരാണ്. ഏത് ജോലി തിരക്കിനിടയിലും നമ്മൾ അവർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണെന്ന് ദാ ഒന്നുകൂടി തെളിയിക്കുന്നു. തമ്പുരാനും വിണ്ണിൽ നിറഞ്ഞ ഭഗവതിക്കും മംഗല്യ ആതിര പൂജ ചെയ്യുവാൻ ഞങ്ങളെ എന്നും തുണച്ചിടണം. യേശുകുലേശ
മുൻപ് വാഹനങ്ങളില്ലായിരുന്ന കാലത്ത് ജലഗതാഗതമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. വഞ്ചിയൂന്നുന്ന താളത്തിൽ പാടിയിരുന്ന വഞ്ചിപ്പാട്ട് നമ്മുടെ തനിമ വിളിച്ചോതുന്നു. നമുക്കത് ആസ്വദിക്കാം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊട്ടു വേണം കൂടൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊട്ടു വേണം കൂടൽ വേണം കുരവ വേണം പമ്പയിലെ കുന്നോളങ്ങളോടി വന്നു പുണരുന്നു തങ്കമയിൽ നെറ്റിയിൽ മേൽ പൊട്ടുകുത്തുന്നു തെങ്ങോലകൾ പൊന്നോലകൾ മണി വായിക്കുന്നു തെങ്ങൽ വന്നു വെഞ്ചാമരം വീശി തരുന്നു ചമ്പക്കുളം പള്ളിക്കൊരു ദിക്കേതോ വള്ളംകളി പെരുന്നാൾ അമ്പലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാൾ അമ്പലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് കരുവാണിക്കുട്ടനിന്ന് പാലിയിൽ കാവടിയാട്ടം കാവിലം വയ്ക്കുന്നു രാത്രികളുടെ തൂക്കം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാലെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം താളമേളലയ വിന്യാസത്തോടെ നമ്മെ ആനന്ദത്തിന്റെ പരകോടിയിൽ എത്തിക്കാൻ ഇതാ നമ്മുടെ മേളക്കാർ തയ്യാറായി കഴിഞ്ഞു. ഇനിയൊരു ചെണ്ടമേളമായാലോ?
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ വിനിൽ വെൺകുളത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷൻ കാണാം. Good morning, all of you. I respected father, teachers and students. എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോഴേ നല്ലൊരു കയ്യടി ആദ്യമെങ്കിൽ പോരട്ടെ. ഇതിൽ ഉഷാറായിട്ട് പടക്കം പൊട്ടുന്ന പോലൊരു കയ്യടി. വെരി ഗുഡ്. അപ്പോൾ കയ്യടി കൊള്ളാം. ഇനി എല്ലാവരും കൂടെ ഒന്ന് ഉഷാറായിട്ടൊന്ന് കൂവിയേ. സൂപ്പർ. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. മതിയടാ. താങ്ക് യു. അപ്പോൾ ഈ ജവഹർ പബ്ലിക് സ്കൂളിൻ്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദറിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ മറ്റു ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയുടെ നടന വൈഭവം ലാലേട്ടൻ ചിത്രം എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് എത്ര മനോഹരമായ ആചാരങ്ങൾ എന്ന് പറയുന്ന പോലെ ഞാനിങ്ങോട്ട് എൻട്രി ചെയ്തപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം വന്ന് ചന്ദനം തൊട്ടപ്പോൾ ഞാൻ ആ ഡയലോഗ് മനസ്സിലാലോചിച്ചു. എത്ര മനോഹരമായ ആചാരങ്ങൾ. അത് കഴിഞ്ഞിട്ട് താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ സ്റ്റെപ്പ് കയറി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ, ഞാൻ ടി വിയിൽ അവതരിപ്പിച്ച ഏതോ ഒരു കോമഡി പ്രോഗ്രാം ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് 4ാമത്തെ നിലയിൽ തന്നെ തല്ലിയിട്ട് കൊല്ലാൻ പോവാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വേദിയിലേക്ക് കയറി വന്നത്. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ എനിക്ക് അധികമൊന്നും നിങ്ങളോട് ഈ പ്രസംഗ രൂപത്തിലൊന്നും പറയാൻ സത്യം പറയാൻ അറിയില്ല. വളരെ കാര്യമായിട്ട് സംസാരിക്കാൻ അറിയത്തുള്ളൂ. അതിനുമൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് ഷോകളിലൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് വേദികളിൽ വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഷോയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലും എത്രയോ മികവുറ്റ പെർഫോമൻസുകൾ ഇന്ന് ഈ വേദിയിൽ പടപടാന്നും പറഞ്ഞ് കണ്ണിലിങ്ങനെ മിന്നി മാഞ്ഞു. അതിൽ വളരെ സന്തോഷം. അതിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നിങ്ങളൊരു നല്ല കയ്യടി ആദ്യം തന്നെ കൊടുക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ കുട്ടികൾ ഏറ്റവും പാടുകയെന്ന് പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വന്ന് പെർഫോം ചെയ്യാനാണ്. നിങ്ങളൊന്നും അത്ര വലിയ ചെറിയ കുട്ടികളൊന്നും അല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് ഇവിടെ വന്ന് പെർഫോം ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. പക്ഷേ അവിടെ എനിക്ക് തെറ്റി. ഞാനൊരു ഗായകനല്ല. ഇവിടെ വന്നപ്പോൾ നല്ല മിടുക്കന്മാരായ കുട്ടികൾ അതിമനോഹരമായിട്ട് പാടുന്ന കണ്ടപ്പോൾ ആ ചെയറിലിരുന്നു കൊണ്ട് എൻ്റെ ആഗ്രഹം ഞാനങ്ങ് മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡാൻസ്, ഇപ്പോഴത്തെ നല്ല സ്റ്റൈൽ എന്തെങ്കിലും ഒരു ഡാൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഏതെങ്കിലും ട്രെൻഡ് പാട്ടിനൊട്ട്. അപ്പോഴും എൻ്റെ മനസ്സിനെ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ കുട്ടികളൊക്കെ ടീച്ചേഴ്സും, പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെയൊക്കെ തിരുവാതിരയൊക്കെ അവരും ഭംഗിയായിട്ട് ചെയ്തു. ഇനി അപ്പോൾ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. ആകപ്പാടെ അറിയാവുന്നത്
എന്തെങ്കിലും കോമഡി കാണിക്കാനാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇപ്പോൾ കോമഡി എന്ത് കാണിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഓണത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് നഷ്ടമായ എൻ്റെ ബാല്യത്തെപ്പറ്റി ഓർത്ത് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല മുഹൂർത്തത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽ എൻ്റെയൊക്കെ കാലത്ത് ഇതേ കണക്ക് നമുക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അവിടെ നിന്ന് ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇന്ന് ഈ വേദിയിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിക ഉണ്ടാകും. അതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഇനി മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. +1കാരോടും +2കാരോടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ലൈഫിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻ എന്തായിരിക്കുമോ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ ടേണിംഗ് പോയിന്റ് ഉണ്ടാവണം എന്നുള്ള ഡിസിഷൻ ഈ ഒരു സമയത്താണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ പോണാടാ, ബോറടിപ്പിച്ചില്ല, നിർത്താൻ പോണ്, അവിടെ ഇരി നീ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൻ്റെ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോകാനും ഒരു വിഷമമാണ്. അപ്പോഴേ ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇവിടുന്ന് പെർഫോം ചെയ്യുന്നത് വളരെ ബോറായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്താലാ? സമ്മതമാണോ? എങ്കിൽ നല്ലൊരു കൈയടി. എല്ലാവർക്കും പങ്കെടുക്കാം, ടീച്ചേഴ്സിന് പങ്കെടുക്കാം, ഫാദേഴ്സിന് പങ്കെടുക്കാം, എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി പങ്കെടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം നമ്മുടെ ഒരു ഓണ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 1-2 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുന്ന വ്യക്തിക്ക് ഈ വേദിയിലോട്ട് കയറി വന്നാൽ നല്ല സമ്മാനം തരാം. റെഡിയാണ്? എല്ലാവരും കൂടെ ബഹളം വെച്ച് പറഞ്ഞു കളയരുത്, ഓരോരുത്തരായിട്ട് ആൻസർ പറയണം. കുസൃതി ചോദ്യമാണ്, ഹൈ ലെവലിലൊന്നും ചിന്തിക്കേണ്ട, ലോ ലെവലിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ? എന്നാ പെട്ടെന്ന് പറഞ്ഞേ, തിന്നാൻ പറ്റുന്ന നിറം ഏതാണ്? ഓറഞ്ച്. പല പാക്കിന്ന് ഓറഞ്ച് എന്ന് തോന്നുന്നു. ഇതോ അവിടെ ഒരു മോൾ ആദ്യം കൈ കാണിച്ചു. മോൾക്ക് നല്ലൊരു കൈയടി എടുത്താൽ മോളെ ഇങ്ങനെ വേദിയിലോട്ട് കയറി വിട്. ഓറഞ്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആന എടുക്കാത്ത തടി ആരെടുക്കും? ആര്? ജെസിബിയാ? തലയാ? ഒന്നുകൂടെ പറയാം. ദേ അവിടെ ആ മോള് പറഞ്ഞു, എന്താണ് ഉറക്കെ പറ? ചിതലെടുക്കും. ആന എടുക്കാത്ത തടി അവിടെ കിടന്ന് ചെതലെടുക്കത്തേ ഉള്ളൂ. നല്ലൊരു കൈ കൊടുത്താ മോളെ ഇങ്ങനെ കയറ്റി. ബാ മോളും ബാ, ധൈര്യമായിട്ട് കയറി വാ, പേടിക്കണ്ടെങ്കിൽ ബാ. അടുത്ത നമ്മുടെ പയ്യന്മാർക്ക് വേണ്ടിയിട്ട്, 1നെ 2ആക്കാനും 2നെ തിരിച്ച് 1ആക്കാനും പറ്റുന്ന വസ്തു ഏതാണ്? ഐസ്ക്രീമാ? പൈസ വലിച്ചു കീറി ഒട്ടിച്ച വെച്ചാൽ പറ്റൂല്ലോ. പ്ലാസ്റ്റിക്കോ? കണക്കല്ല മക്കളെ, സബ്സ്ക്രിപ്ഷനാ. അവിടെ ഒരു മോള് കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ഏതാണ് മോളെ? സിബ്. അതിനെ 1ആക്കാം, താഴോട്ട് വിളിച്ച് 2ആക്കാം. കറക്റ്റ് ആയിട്ടുള്ള ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. മോളെയും കയറ്റി വിടും. ഓക്കെ, ഞാൻ ഈ ഒരു മൈക്ക് കൂടെ എന്നെടുക്കുകയാണ്. ഓക്കെ, ഓടി വാ മോളെ, മൈക്ക് ഓടിച്ചു വെച്ചേ, ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് നിന്നോ. അപ്പോൾ ഇവരെ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സാണ് എങ്കിൽ കൂടിയും ചുമ്മാ ഇവരെ പേരെന്ന് ചോദിക്കാം. മോളുടെ പേര് പറഞ്ഞോ? മരിയ. ഏത് സ്റ്റാൻഡേർഡിലാണ് മോളെ പഠിക്കുന്നത്? 8th. ഓക്കെ, വെരി ഗുഡ്. മോളുടെ പേര്? അതിഥി. ഓക്കെ, മോൾ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ? മൈക്കിൽ പറഞ്ഞോ. ഓക്കെ, മോളുടെ പേര്? അനുഷ്ക. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് മോളെ? 6th. ഓക്കെ, അപ്പൊ ഇവർക്ക് സമ്മാനം കൊടുക്കട്ടെ.
അങ്ങനെ വെറുതെ അങ്ങ് സമ്മാനം കൊടുത്തു വിടാൻ പറ്റുമോ? അതെന്തൊരു വേല അത്. അപ്പോ മോള് വാ, അനുഷ്ക അല്ലേ? ഒരു ചെറിയ ഗെയിം അങ്കിൾ ഈ വേദിയിലോട്ട് വെച്ച് ചെയ്യുകയാണ്. അനുഷ്കയുടെ ആദ്യത്തെ അക്ഷരം എന്താണ്? ആ. അപ്പോ അങ്കിളിന് എന്ത് ചോദിച്ചാലും അതിന് ആ വെച്ച് മാത്രമേ എനിക്ക് ആൻസർ തരാവുള്ളൂ. ഓക്കെ, ചുമ്മാ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, റെഡിയാണ്? അവർ സപ്പോർട്ട് ചെയ്തോളും കേട്ടോ. ഓക്കെ, മോളുടെ പേരെന്താണ്? അനുഷ്ക. അനുഷ്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? അമ്പഴങ്ങ. വെരി ഗുഡ്. മോക്ക് പോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അമ്പലം. വെരി ഗുഡ്. നല്ല ഭക്തിയുള്ള കൊച്ച്. അത് കണക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? നമുക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് മോക്ക്? ഓക്കെ, നല്ലൊരു കൈഡി. ആയിലത്തെ പ്രത്യേകിച്ച് വിഷയങ്ങൾ ഏതെങ്കിലും വരുമോ? ആർട്ട്. ഓക്കെ. എന്തായാലും താങ്ക് യു മോളെ. നല്ലൊരു കൈഡി മോക്ക് കൊടുക്കുക കേട്ടോ. അടുത്ത ബാ. സമയം പോണേ, എനിക്ക് പോണ്ടേ. മോളെ പേര് മരിയ. അപ്പൊ നമുക്ക് മരിയയ്ക്ക് നമുക്ക് മായിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, മരിയ. ഓക്കെ, മരിയയുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഏതാണ്? മോക്ക് ഏത് തോന്നുന്നോ മാ വെച്ച് എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ മതി. കറക്റ്റ് പേര് പറയണമെന്നില്ല. മരിയയുടെ സ്ഥലം എവിടാണ്? പറ്റും. നല്ലൊരു കൈയോട് എടുത്താൽ ഈ കൊച്ചിന് പറ്റും അത്. ഓക്കെ, മരിയയുടെ സ്ഥലം എവിടാണ്? മണർകാട്. വെരി ഗുഡ്. മരിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? ഫുഡ്. മാങ്ങ. വെരി ഗുഡ്. അപ്പൊ മരിയയ്ക്ക് ലൈഫിൽ എന്താകണമെന്നാണ് ആഗ്രഹം? വെരി ഗുഡ്. നല്ലൊരു കയ്യടി. മിസ്റ്റർ യൂണിവേഴ്സ് ആവണമെന്നാണ് മോളുടെ ആഗ്രഹം. അപ്പൊ അടുത്ത വാ. അപ്പൊ നമുക്ക് മോളോടും കൂടെ പോവാം. മോളുടെ പേര് പറഞ്ഞോ? അതിഥി. ഓക്കെ, അപ്പൊ അതിഥി, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അത് മോള് ഒന്ന് പറയണം. ഓക്കെ, റെഡിയാണെങ്കിൽ പറഞ്ഞോ. പേര് മണി, പണി മണല് പണി. മൈക്കിൽ പറഞ്ഞോ. പേര് മണി, പണി മണല് പണി. നിങ്ങൾ കിടന്ന് ബഹളം വെച്ചാൽ നമ്മുടെ പിന്നെ അതിഥി പറയുന്നത് കേൾക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് സൈലന്റ് ആയി. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കൊടുത്തോ. ഓക്കെ, അപ്പോ അതിഥി പറഞ്ഞ മോളെ. പേര് മണി, പണി മണല് പണി. എന്റെ ചെവിയിൽ പറയാനല്ല പറഞ്ഞ, മൈക്കിൽ പറയാനാണ് പറഞ്ഞ. പണി മണല് പണി. അതെ. പേര് മണി, പണി പണല് മണി. ഉറക്കെ പറ, കേൾക്കാൻ വയ്യ. പേര് മണി, പണി മണല് പണി. അതെ, പേര് മണി, പണി മണല് പണി. പേര് മണി, പണി മണല് പണി. ഒരു 5 തവണ സ്പീഡിൽ പറഞ്ഞേ. നല്ലൊരു കൈയോട് എടുത്ത് അതിഥി പറയും. അതെനിക്കറിയാം, ഉറപ്പായിട്ടും പറയും. ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക് മോളെ. ട്രൈ ചെയ്ത് നോക്ക്. ഇനി പിറകോട്ട് പോയ ആ സ്ക്രീനും കൂടെ ഉള്ളു പൊത്ത് കളയാനായിട്ട്, വേറെ ഒന്നുമില്ല ഇവിടെ. ഓക്കെ, പറഞ്ഞോ. പറ്റൂല. ഓക്കെ, താങ്ക് യു. അപ്പോ ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അപ്പൊ സമ്മാനം ടീച്ചേഴ്സ് തരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മോളെ, താങ്ക് യു. ഇനി നമ്മുടെ പ്ലസ് വണ്ണിലെ ചേട്ടന്മാരും ചേച്ചിമാർക്കൊക്കെ ഒരു ചെറിയ ഒരു ഗെയിം ആയാലോ നമുക്ക്? റെഡി? നമുക്കൊരു 3 ചേട്ടന്മാരും 3 ചേച്ചിമാരും ഒന്ന് വരാമോ പ്ലീസ്? നല്ല ആത്മാർത്ഥമായിട്ട് നല്ല സപ്പോർട്ടോട് ഒരു ചേട്ടൻ അവിടെ എഴുന്നേറ്റു. ബാബാ ഓടിയോ, സമയം പോന്നു. ആരുമില്ലേ? ബാബാ അതെ, അവര് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിമാരൂടെ നമ്മളെ പ്ലസ് വണ്ണിലെ പ്ലസ് ടുവിലെ ചേച്ചിമാർ ആരെങ്കിലും ഒരു 2-3 പേര് എഴുന്നേറ്റ് വാ. ഇതേ കണക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഓടിയോ. വെരി ഗുഡ്. മെടുക്കൻ. എങ്കിൽ നമുക്ക് പ്ലസ് ടുവിൽ ബാബാ കയറി വന്നോ. ഡാൻസ് കളിക്കുന്ന ഇഷ്ടംപോലെ നല്ല മിടുക്കരായ കലാകാരന്മാർ ഇവിടെ ഉള്ളതല്ലേ. ആരാണ്? ടീച്ചറോ? ആരാണ്? ആദ്യം മോള് വന്നു. വെരി ഗുഡ്.
അപ്പോൾ നമുക്ക് ഇവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞ മോനെ. ആര്യൻ. അയൻ +1 ആണോ +2 ആണോ? +1. ഓക്കെ. മോളുടെ പേര്? നാദിയ. നാദിയ. +1. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവർക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതിന് മലയാള സിനിമയിലെ നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഭരത് മോഹൻലാലും ശോഭനയും ഏറ്റവും കൂടുതൽ അഭിനയിച്ച് ഹിറ്റായ ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. അപ്പം മണിച്ചിത്രത്താഴ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. പിന്നെ നമ്മുടെ ശോഭന ആഫറിന് എടുക്കാനായിട്ട് പോകുമ്പോൾ നകലും എന്ന് പറയും പോവണ്ട, അല്ലിക്ക് ആഫറിന് എടുക്കാൻ പോകണ്ട എന്നുള്ള സീൻ നമുക്കൊന്ന് അഭിനയിച്ചാലോ? മോൻ നകുലനായിട്ടും മോള് ശോഭന നാഗവല്ലിയായിട്ടും. നല്ലൊരു കൈയടി ഇവർ ചെയ്യും കേട്ടോ. അപ്പോഴാദ്യം അതിന്റെ ഓഡിയോ കേട്ടോ. നാഗവല്ലി അറിയൂടെ? ആദ്യം അതിന്റെ ഓഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ. അപ്പം ഫീമെയിലിന്റെ വോയിസ് മോള് ചെയ്യുക, മെയിൽ വോയിസ് മോൻ ചെയ്തോളും. ഓക്കെ, അതിന്റെ ഓഡിയോ പ്ലീസ്. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தாய்? ഓക്കെ. അപ്പൊ ഈ കേട്ട ഓഡിയോ അവരിപ്പോ ഇവിടെ പെർഫോം ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ മോക്ക് നാഗവല്ലി മനസ്സിലായല്ലോ? ഇവിടെ നിന്നോ. അപ്പൊ മോള് അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആഭരണം എടുക്കാനായിട്ട് പോകുന്നു. അപ്പൊ മോളുടെ ഹസ്ബൻഡായ നകുലൻ എന്ന് പറയുന്നു പോകണ്ട. അപ്പൊ മോളുടെ മൈൻഡ് മാറുകയാണ്. ഓക്കെ, മോന് കാര്യം മനസ്സിലായല്ലോ? അപ്പൊ റെഡി, ഓഡിയോ പ്ലീസ്. ഓ മോണ, ഇവിടെ നിന്നാ മോള്, ഇവിടെ നിന്നാ മതി കേട്ടോ. ലാസ്റ്റ് കസേര എടുത്ത് അടിക്കാൻ പോകണം. റെഡി, പ്ലേ ചെയ്തോ. അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? പോണ്ട. അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇത് വലിയ ആക്ഷനാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ എന്റെ മുഖത്തല്ല അവനെ നോക്കി പറയാം. நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. താങ്ക് യു. ഇത് ആദ്യമായിട്ടാണല്ലേ ചെയ്യുന്നത്? ആദ്യമായിട്ടല്ലേ മോള് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ എനിവേ എന്തായാലും താങ്ക് യു കേട്ടോ മോനെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ആവശ്യം ഒരു 3 ടീച്ചേഴ്സിനാണ് കേട്ടോ. 3 ടീച്ചേഴ്സ് പ്ലീസ്. ബാ 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 ബാ. നല്ലൊരു കയ്യടി കൊടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം വരും കേട്ടോ. ഓ ബാ, മടിച്ചിരിക്കാതെ വാ, ധൈര്യമായിട്ട് വാ. ഓക്കെ. ടീച്ചറിന്റെ പേര്? കേക്കൂലേ? ഓണാണ്. അൽക്ക. ഈ മൈക്ക് പറയും. ഹലോ, പറഞ്ഞു പേര്? അൽക്ക. ടീച്ചറിന്റെ? മിത്ര. ടീച്ചറിന്റെ? മർഫി. ടീച്ചറിന്റെ? സബീന ഗോപാലകൃഷ്ണൻ. അപ്പോ ടീച്ചർക്ക് കണക്ക് എങ്ങനെയാണ് ടീച്ചറെ പഠിപ്പിക്കാനായിട്ട്?
കണക്ക്, മാത്സ് എങ്ങനെ പഠിപ്പിക്കാൻ എങ്ങനെയാണ്? കണക്ക് മോശമാണ്. മോശമാണ്. അപ്പൊ ഇവിടുന്ന് പഠിച്ച് തുടങ്ങണം നമ്മൾ കണക്ക്, അതല്ലേ വേണ്ടേ? അപ്പോ ടീച്ചർക്ക് ഞാനൊരു കണക്ക് തരാം. എനിക്ക് പെട്ടെന്ന് കൂട്ടിയിട്ട് എൻ്റെ ആൻസർ തരണം. ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ. ഓക്കെ, മൈക്ക് അടുത്ത് പിടിച്ചോ. സഡൻ പെട്ടെന്ന് എനിക്ക് ആൻസർ തരണം. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് എടുക്കുക. റെഡിയാണ്? ഉറക്കെ പറയണം, അവർക്കൂടെ കേൾക്കണം. റെഡി? 1030 1030 എത്രയാണ്? 1060. 1060. 2000. ഒരിക്കൽ കൂടെ, വൺ മോർ 1030 1030 എത്രയാണ്? 2060. 2060 30 2090. 10 3000. വെരി ഗുഡ്. തെറ്റാണ്. 2100 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മോശമാണ്. കണക്ക് മോശമാണെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം. എന്നാ പെട്ടെന്നൊന്ന് പറഞ്ഞേ. ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുഷ് അല്ല, ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുഷ്കിഷ്. നിങ്ങൾ ഉറക്കെ പറ, കേൾക്കാൻ വയ്യ. ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ശസ്ത്രക്രിയ. സ്പീഡിൽ 5 തവണ പെട്ടെന്ന് പറയേ. ഒന്നുകൂടെ. റെഡി? ടീച്ചറെ കൊണ്ട് പറ്റും. അപ്പൊ ഒന്ന് നല്ലൊരു ക്ലാപ്പ് എടുത്ത് ടീച്ചറെ പെട്ടെന്ന്. ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുഷ്കിച്ച മസ്തിഷ്കത്തിലെ വ്യത്യസ്ത ശസ്ത്രക്രിയ. അത് ഒരു 5 തവണ പെട്ടെന്ന് പറയേ. ശുഷ്കിച്ച മസ്തിഷ്കത്തിലെ വ്യത്യസ്ത ശസ്ത്രക്രിയ. ഒന്നുകൂടെ പറ. മതി. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന്. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് മണി. പേര് മണി പണി മണല് പണി. അല്ല, പെട്ടെന്ന് പറ, കേട്ടില്ല. 5 തവണ സ്പീഡിൽ പറയാൻ പെട്ടെന്ന്. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് മണി. പേര് മണി പണി മണല്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗാളിൽ ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. അതെ. ബാംഗ്ലൂരിലെ ബംഗാളിൽ ബംഗാളിയാ. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളിയുടെ ബ്ലാങ്കറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. പാവൻ ടീച്ചർ. കരയാണ്? ഇല്ല. ഓക്കെ, എന്നാ ടീച്ചർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇത് കൊടുക്കാം. മുണ്ടിൽ ചെളി പുരളരുത്. ചെളിയൊക്കെ പറ്റുമെന്ന്, മഴ സമയമല്ലേ. മുണ്ടിൽ ചെളി പുരളരുത്. 5 പ്രാവശ്യം പറയണം. പിന്നെന്ത്? മുണ്ടിൽ ചെളി പുരളരുത്. 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 വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അടുത്ത നമുക്ക് ടീച്ചറോട്ട് പോവാം. ടീച്ചറെ, പുളിയുണ്ടോ ടീച്ചറെ വീട്ടിൽ? പുളിമരം? പുളിമരമില്ല. അയലോക്കത്ത് എവിടെയില്ല. പുളി കണ്ടിട്ടേ ഇല്ല. മീൻകറിയിലും അരക്കില്ല. പിന്നെ നിങ്ങൾ എന്തോന്ന് വെച്ച് തക്കാളി മാത്രമേ ഉള്ളൂ. എന്നാൽ പുളി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. അതിനകത്ത് പുളി എന്ന് പറയുന്ന ഒരു ഫലം കിട്ടുന്ന ഒരു വൃക്ഷമാണത്. കേരളത്തിലുള്ള വൃക്ഷമാണ്. അപ്പൊ പെട്ടെന്ന് പറയേ. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടി. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വന്നാൽ. എനിവേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അവരെ കളിയാക്കരുത്. കാരണം അവർ ഇവിടെ ഇത്രയും നേരം നിന്ന് പെർഫോം ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തത്. അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിയേക്കാം. പിന്നെ നമ്മളിത് രണ്ടാമത് ഒരു കാര്യം, ഇത് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും പെർഫോം ചെയ്യാനായിട്ട് ചില കുട്ടികളുടെയൊക്കെ മനസ്സിൽ സാധിക്കത്തില്ല. അവരുടെ ഒരു മടി മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഷോ ചെയ്തത്. അല്ലാതെ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ കളിയാക്കാനോ വേണ്ടി ഒന്നുമല്ല. അപ്പോൾ
ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എന്നെ ക്ഷണിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് വേദി നിർത്തുകയാണ്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അവതരിപ്പിക്കുന്ന സിനിമാ താരങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയാവോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടെ സത്യത്തിൽ. എന്നാലും ടീച്ചേഴ്സിനും മുതിർന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്യാം. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒട്ടനവധി നല്ല വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ പത്തനാപുരം MLA ആയിട്ട് വീണ്ടും ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ. അപ്പോൾ ഗണേഷ് കുമാർ സാറിൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ KB ഗണേഷ് കുമാർ. സത്യം പറഞ്ഞ നാട്ടിൽ നിക്കക്കളിയിൽ വന്നപ്പോഴാണ് ബോംബെക്ക് വണ്ടി കയറിയത്. ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചേ. ഈ ബോംബെ നഗരവും പിന്നെ ഇവിടുത്തെ ചുറ്റുപാടുവാ. നാട്ടിൽ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെപ്പാടുള്ള ഒരു അമ്മാവനാ ശാന്മ ചേച്ചി. ചേട്ടൻ വന്ന് വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് മലയാളം മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിലെത്തി മലയാളികളുടെ ജനപ്രിയ നായകനായി മാറിയ ദിലീപ്. ഓക്കെ, താങ്ക് യു. ദിലീപേട്ടൻ വളരെ വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പുള്ളിയുടെ ഹിസ്റ്ററിയിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു സിനിമ എന്ന് പറയുന്നത് മീശ മാധവൻ എന്ന ചിത്രമായിരുന്നു. അപ്പോൾ ആ മീശ മാധവനിലെ ദിലീപേട്ടൻ്റെ വോയിസ് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നിന്റെ ബുദ്ധിയാണല്ലേ, ഇതൊക്കെ നിന്റെ ബുദ്ധിയാണല്ലേ. അച്ഛനും മോളും കൂടി എൻ്റെ പെങ്ങൾക്കൊന്നും നല്ലൊരു ആലോചനയെന്ന് മുടക്കി കൽമൈത്താത്താളെ ചെമ്പറിക്കുമ്പോണ്ട് ചെക്കൻ്റെ വീട്ടുകാർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. അത് നടന്നില്ലെങ്കിൽ പിള്ളേച്ചാ കൊല്ലിഞ്ഞ നിങ്ങളെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഹാളായതുകൊണ്ട് അതിൻ്റെതായ ചില പരിമിതികളൊക്കെ വരും. എങ്കിലും അത് വകവയ്ക്കാതെ നമ്മുടെ സംവിധായകനായ ലാലിൻ്റെ ശബ്ദം കൂടെ ഒന്ന് അനുകരിച്ചുകൊണ്ട് ഞാൻ നിർത്താം. തൊണ്ട അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. കൊള്ളൂലെങ്കിൽ കൊള്ളാമെങ്കിൽ എന്നെ കൈയടിച്ചു വിടണം, ഇല്ലെങ്കിൽ എന്നെ അടിക്കാതെ അങ്ങ് വിട്ടേക്കണം. ഓക്കെ, എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ അവൻ്റെ കാൽച്ചുവട്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ പെങ്ങളെ മാത്രം ഞാൻ അവനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് മാത്രം വലിച്ചെറിയാൻ അവൾ എനിക്ക് വലിയ ഭാരമൊന്നുമല്ല. എൻ്റെ നാവുകളിലെ അതവർക്ക് വേണ്ടി സംസാരിക്കും, എൻ്റെ ചെവികളിലെ അതവർക്ക് വേണ്ടി കേൾക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളിൽ എൻ്റെ ഈ പ്രോഗ്രാം കുറച്ചു നേരമെങ്കിലും നിങ്ങളെ ആനന്ദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി തരിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സ്കൂളിലെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. നാഷണൽ സ്പേസ് ഡേയുടെ ഭാഗമായി ISRO സംഘടിച്ച മത്സരങ്ങളിൽ നമ്മുടെ സ്കൂൾ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. ഇതിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതിനായി പ്രിൻസിപ്പൽ, ടിറ്റോ ഫാദർ, മുഖ്യാതിഥി, വൈസ് പ്രിൻസിപ്പൽ, അക്കാഡമിക് കോർഡിനേറ്റർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Esteemed dignitaries, staff members and dear students, as part of the National Space Day celebrations organized by the Indian Space Research Organization, our students actively participated in various educational and creative activities. The events were designed to spark interest in space, science and technology. In relation with this, we held activities such as poster designing, quiz competition and seminars on space exploration in the higher sections of our school. To recognize their efforts in various activities, ISRO awarded certificates and prizes to our students. I invite our chief guest to present the ISRO-issued certificate for exceptional performance to Jawahar Public School. Vice Principal Girija Ma'am and Academic Coordinator Diana Ma'am, please come forward to collect the certificates. Next, I would like to invite our award winners to the stage. Please join me in welcoming Nadia Mohammad Rafiq of 11th A and Tarun Anil Nair of 11th A. Both of them secured first prize in poster designing competition.
Hanith Harith of 12th A won the first prize in the quiz competition organized as part of the National Space Day celebration. Congratulations, students, on your achievement. Thank you, sir, for presenting the certificates and prizes. മുഖ്യാതിഥിയായി എത്തിയ ശ്രീ വിനിൽ വെൺകുളത്തിന് ഉപഹാരം കൈമാറുന്നതിനായി പ്രിൻസിപ്പൽ ഫാദറിനെ ക്ഷണിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീജ മിസ്സിനെ ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും അണിഞ്ഞൊരുങ്ങി സുന്ദരീ സുന്ദരന്മാരായിട്ട് വന്നിരിക്കുകയാണ്. പൂമ്പാറ്റകളെ പോലെയുള്ള നിങ്ങളെ കാണുന്നതാണ് ഞങ്ങൾ അധ്യാപകർക്ക് വളരെ സന്തോഷം. ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ ഓരോ പ്രോഗ്രാമുകളും വളരെ ഭംഗിയാക്കിയ എല്ലാ മക്കൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഔപചാരികതയില്ലാതെ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായി നന്ദി പറയുന്നത് വിനിൽ വെൺകുളത്തിനാണ്. എനിക്ക് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ഈ കുട്ടി എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം ഞാൻ ഇതിനേക്കാൾ വലിയ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവണം. കാരണം 24 വർഷമായി ഈ മേഖലയിലോട്ട് വന്നിട്ട്. മാത്രമല്ല, എൻ്റെ നാടിൻ്റെ തന്നെ അഭിമാനമാണ് ഈ ബാലൻ അല്ലെങ്കിൽ ഈ കുട്ടി. അല്ലേ? നല്ല സൂപ്പറായിരുന്നില്ലേ? വളരെ സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിയത്തില്ല, നമ്മുടെ വിഷ്ണു സാറിൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന വിഷ്ണു സാറില്ലേ, സാറിൻ്റെ ചേട്ടനാണിത് കേട്ടോ. അപ്പോൾ സാറിൻ്റെ ചേട്ടനെ ആയ വിനിൽ സാറിനെ ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ഫാദറാണ് ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതിൻ്റെ കാര്യം അറിയാമല്ലോ. എല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ ഏത് പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം എത്രയും ഭംഗിയാക്കുന്നതിന് ഫാദറിൻ്റെ കൈയെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പിന്നെ നമ്മുടെ ടിറ്റോ ഫാദർ ഇന്ന് രാവിലെ അവിടെ നിൽക്കണ കണ്ടു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം ഫാദർ വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഫാദർ മെസ്സേജ് പറയിപ്പിക്കാം എന്നുള്ള ഒരു ധൈര്യം കിട്ടി. എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മുടെ വരാന്തയിലൊക്കെ നടക്കും. നിങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് +2കാർക്ക് അച്ഛന് വലിയ ഇഷ്ടമാണെന്ന് അറിയാം. ചിരിച്ച മുഖത്തോടെ നമ്മളെ ഓരോരുത്തരെയും വന്ന് സന്തോഷിപ്പിക്കുന്ന അച്ഛൻ നല്ലൊരു ഓണ സന്ദേശം നമുക്ക് നൽകി. അച്ഛനെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വളരെ നന്ദി ഫാദർ. പിന്നെ വൈസ് പ്രിൻസിപ്പൽ പിന്നെ സ്റ്റാഫ് സെക്രട്ടറി, അക്കാദമിക് കോർഡിനേറ്റർമാർ, സെക്ഷൻ ഹെഡുകൾ, ഇവരെല്ലാവരും ഒത്തൊരുമയോടെ നിന്നതിൻ്റെ ഫലമാണ് ഈ പരിപാടി വൻ വിജയമായത്. അവരോരോരുത്തരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഇവിടെ തിരുവാതിര അവതരിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടല്ലോ, എത്ര പറഞ്ഞാലും പറ്റത്തില്ല. അത്രയ്ക്ക് മിടുക്കരായിട്ട് അവരത് ചെയ്തത്. കാരണം ഒരുപാട് ജോലി തിരക്കുണ്ട് അവർക്ക്. പക്ഷേ അതിൻ്റെ സമയത്ത് വൈകുന്നേരങ്ങളിൽ നിന്ന് വളരെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്താണ് അവർ ആ തിരുവാതിര നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അവർക്കുള്ള നന്ദി പറയുന്നു. പിന്നെ മറ്റുള്ള അധ്യാപകർക്ക്, നമ്മളെ സപ്പോർട്ട് ചെയ്ത അനധ്യാപകർക്ക്, നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ പൊന്നോണാശംസകൾ. കൂട്ടുകാരെ, നമുക്കിനി ഓപ്പൺ സ്റ്റേജിൽ കൈകൊട്ടി കളിക്കായി അണിചേരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.